അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ എൻ്റെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ കുറച്ച് റെസിപ്പീസും ക്ലീനിങ്ങും ഒക്കെ അടങ്ങിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നല്ല അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കിട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇന്ന് സ്കൂളിലെ ദിവസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോറിനുള്ള അരി ഇടാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിലേക്ക് അരിയൊക്കെ ഇട്ടതിന് ശേഷം കറിക്കുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കറിയും വറവൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇന്ന് മത്തൻ വെച്ചിട്ട് കറി ഉണ്ടാക്കാമെന്ന് കരുതി അതിന് വേണ്ടിയിട്ടുള്ള മത്തൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചിട്ടും വേണമെങ്കിൽ വെക്കാം. തേങ്ങ അരക്കാതെ തന്നെ വറവിട്ട് കണ്ട് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അത് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് വറവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ബീട്രൂട്ടും ക്യാരറ്റും കിഴങ്ങും ഇട്ടിട്ടുള്ള വറവാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ചെറിയ പീസായി കട്ട് ചെയ്ത് എടുത്തിട്ട് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ചോപ്പ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കുകയാണ് കേട്ടോ. പച്ചമുളകും തേങ്ങയുടെയും ഇട്ടിട്ട് അതിനെ ഒതുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേക്കും വിസിലൊക്കെ അടിച്ച് മത്തൻ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വറവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കറി ഇട്ടിട്ട് നന്നായി വേവിച്ചെടുക്കുക കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് വേവാൻ വേണ്ടിയിട്ട് അവിടെ അടച്ച് വെക്കുക. അങ്ങനെ അത് അടച്ച് വെച്ചിട്ട് അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് അത് അവിടെ ആയിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് കറിയിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങയും അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ഉണ്ടല്ലോ അതും ഇട്ടിട്ട് 2 ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വെന്ത് വന്നിട്ടുള്ള മത്തനൊന്ന് ഉടച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം വേണമെങ്കിൽ ഇതിലിട്ട് കണ്ടൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ചുവറ്റിക്കണ്ട് അത് വെച്ചെടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിനുള്ള കടുക് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു. ഇനി ഇതിലേക്ക് കടുകും ഇട്ട് കൊടുക്കുക. അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറി ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മളെ കറിയും ഇവിടെ റെഡിയായി. അപ്പം ഇനി മോന് സ്കൂളിലേക്ക് പോകാനായിട്ടുണ്ട്. അപ്പോൾ അവനിൽ ടിഫിന് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ചോറും ബീട്രൂട്ടും ക്യാരറ്റും കിഴങ്ങൊക്കെ ഇട്ടിട്ടുള്ള തോരനും പിന്നെ സോയാബീൻ പൊരിച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അത് പൊരിച്ചതും ഉണ്ട് കേട്ടോ. പിന്നെ മത്തൻ്റെ കറിയും ഇതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ ഓൻ്റെ ടിഫിന് കൂടി റെഡിയാക്കി കൊടുത്തിട്ട് ഓന് സ്കൂളിലേക്ക് പോകും. ഓന് 8:30ക്കാണ് ബസ് വരുന്നത്. അപ്പോഴേക്കും നമ്മൾ ലഞ്ചും എല്ലാതും റെഡി ആയിട്ടോ. ഇനി കിച്ചണൊന്ന് ക്ലീൻ ചെയ്തിട്ട് ആകെ ഒന്ന് ക്ലീൻ ചെയ്യാനും കൂടി ഉള്ളൂ കേട്ടോ. ആകെ ഒന്ന് അടിച്ചു വാരി തുടക്കാനും കൂടി. അപ്പോൾ ആദ്യം തന്നെ കിച്ചണൊന്ന് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. നമ്മൾ ഈ ഗ്യാസിന്മേൽ എണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തെങ്കിലും സ്മെല്ലിന് എന്തെങ്കിലും ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് ഇങ്ങനത്തെ ക്ലോത്ത് ഉണ്ടല്ലോ, ഈ ഷാളിൻ്റെ ചെറിയ പീസ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു ഇതുകൊണ്ട് ഒന്ന് നന്നായി തുടച്ചെടുക്കുക എന്തെങ്കിലും ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട്. അതിന് ശേഷം അതൊന്ന് നന്നായി പിഴിഞ്ഞെടുത്തിട്ട് വീണ്ടും അതുകൊണ്ട് തന്നെ ഒന്നുകൂടി തുടച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഈ ഇതൊക്കെ തുടക്കാൻ വേണ്ടി എടുക്കണ റാക്കൊക്കെ തുടക്കാൻ വേണ്ടി എടുക്കണ കഷ്ണം ഉണ്ടല്ലോ, അതുകൊണ്ടൊന്നുകൂടിയും തോത്തിയാൽ തന്നെ
ഇതൊക്കെ നന്നായി ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ആ തുടപ്പിൽ എണ്ണൻ്റെ ഇതാവില്ല, നമ്മൾ ബാക്കിയിൽ തുടക്കുമ്പോൾ അവിടെ നിന്ന് എണ്ണൻ്റെ കറിയൊന്നും വരില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തെടുക്കട്ടെ. അതുപോലെ തന്നെ അതിനുശേഷം കിച്ചൺ റാക്കുകളും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതിനിടയിൽ മീനുണ്ടതിന് കുറച്ച് പൊരിക്കാൻ, അതൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനും എല്ലാതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൊത്തത്തിലൊന്ന് കിച്ചണൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കൂടെ തന്നെ അപ്പം മൂറി വെച്ചിരുന്നു കേട്ടോ. അതുകൊണ്ട് അതൊന്നുമില്ല. ഇനി ഒന്ന് ആകെ മൊത്തത്തിലൊന്ന് ഈ ലിക്വിഡ് വെച്ചിട്ടൊന്ന് ക്ലീൻ തോർത്തിയെടുക്കാനുള്ളൂ കേട്ടോ. മോളുണ്ട് കൂടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ രാവിലെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് രാവിലെ തന്നെ പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർത്ത് നമുക്ക് രാവിലെ പണികളൊക്കെ ചെയ്യാൻ ഭയങ്കര ഉന്മേഷമായിരിക്കും. രാവിലെ എണീച്ച് നമ്മളെ എല്ലാ കാര്യങ്ങളും പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളവും ഒക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ ഫുഡ് ഉണ്ടാക്കിയ എല്ലാ പണികളും പെട്ടെന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കൂട്ടത്തിലൂടെ തന്നെ ലഞ്ചിൻ്റെ കാര്യങ്ങളൂടെയും ചെയ്താൽ പെട്ടെന്ന് തന്നെ ആ കിച്ചണത്തെ പണികളൊക്കെ കഴിയും. അങ്ങനെ അതിന് ശേഷം ക്ലീനിങ്, അകത്തെ ക്ലീനിങ് കൂടി കഴിച്ച് വെച്ചാൽ രാവിലെ തന്നെ നമ്മൾ ജോലികളൊക്കെ തീർന്നാൽ തന്നെ നമുക്ക് കുറേ ഫ്രീ ടൈം കിട്ടും. നമുക്ക് വേണ്ട ഫ്രീ ടൈം നമുക്ക് കുറേ കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കിട്ടോ. എൻ്റെ ഇവിടുത്തെ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ലാഗൊന്ന് അടിച്ചു വാരി തുടക്കാൻ കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്ത് ജോലി ചെയ്യണമെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഓളും ഹെൽപ്പിനുണ്ട് കേട്ടോ. അപ്പം ഞാൻ അടിച്ചു വരാൻ വന്നപ്പോൾ ചൂലെടുത്ത് ഓളും അടിച്ചു വരാണ്. അങ്ങനെ ഞാനിനി പെട്ടെന്ന് വേഗം അടിച്ചു വരട്ടെ കേട്ടോ. എന്നിട്ട് വേണം അവളെ കുളിപ്പിച്ച് ഉറക്കണം. ഭക്ഷണമൊക്കെ എന്തെങ്കിലും കൊടുത്തിട്ട് ഉറക്കും വേണം. പിന്നെ എനിക്ക് കുറച്ച് അലക്കാനുണ്ട്, അലക്കി പിന്നെ കുളിക്കാനും കൂടി ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നൊരു പായസം ഉണ്ടാക്കാമെന്ന് കരുതി. നുറുക്ക് ഗോതമ്പുണ്ടല്ലോ, അത് വെച്ചിട്ട് നല്ലൊരു അടിപൊളി പായസം ഉണ്ടാക്കുക കേട്ടോ. തോനെ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. അത് വേവിക്കാൻ വേണ്ടി കുക്കറിലിട്ടിട്ടുണ്ട്. ഇതിലേക്ക് 3 അച്ചാണ് ഞാൻ ഇവിടെ എടുത്തിട്ട്. മധുരം കുറച്ച് കമ്മിയാണ്. ഒരു 4 അച്ചോളം ശർക്കര എടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോഴേക്കും നമ്മൾ ഗോതമ്പൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ, വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഞാൻ അരമുറി തേങ്ങാപ്പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കട്ടിയുള്ള പാലും പിന്നെ 2ാം പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ 2ാം പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇത് നന്നായി തിളപ്പിച്ചെടുക്കുക. ഇത് ഈ നുറുക്കോതമ്പത്തിലേക്കൊക്കെ മധുരമൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് തിളക്കട്ടെ. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഏലക്കപ്പൊടി ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിന് നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച കട്ടി തേങ്ങാപ്പാലുണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കുക. കുറച്ച് തേങ്ങ ചിരകിയും ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതൊന്നും നിർബന്ധമൊന്നുമില്ല, പക്ഷേ തേങ്ങ ചെറുതായി കട്ട് ചെയ്തിട്ട് നെയ്യിൽ വറുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ തേങ്ങ ചിരണ്ടിക്കാണ്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേക്കാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോളം നെയ്യ് ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതുകൂടി ഇട്ടിട്ട് ചൂടാറിയിട്ട് നമുക്ക് കഴിക്കട്ടെ. അങ്ങനെ നമ്മൾ അടിപൊളി പായസം പെട്ടെന്ന് ഉണ്ടാക്കാം, നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു പായസം കുടിക്കണമെന്നൊക്കെ തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി പായസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്തായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. അങ്ങനെ പായസമൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഞങ്ങളിതൊക്കെ കുടിക്കട്ടെ. ഒന്ന് ചായക്ക് വൈകുന്നേരം ചായക്ക് പകരം ഇതാണ് കേട്ടോ.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇതുപോലത്തെ വീഡിയോസായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.